ഞാനിപ്പോൾ ഒന്ന് ആലുവയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ആലുവയിലൊരു ഓൾഡ് സ്റ്റുഡൻസ് മീറ്റപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ കേട്ടിട്ടും കണ്ടിട്ടും പോകാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇല്ല. പക്ഷേ ഇവിടെ ഇരുന്നാൽ അറിയാമല്ലോ, ഇവിടുത്തെ ഓരോ മുഖം മൂലം അവളുടെ ഓർമ്മകളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് തലയ്ക്ക് ഭ്രാന്താണ്. അപ്പം തൽക്കാലം ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ വീണ്ടും അമ്മയൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അവളെ കിട്ടുമോ കിട്ടില്ലെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ ഒന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ അവളെ വിറ്റ് പൈസയൊന്നും ഉണ്ടാക്കണ്ട. നമ്മുടെ ഒരു ദുഃഖം ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പൈസ ആക്കണ്ട എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോയ്ക്ക് ഇന്നലത്തെ വീഡിയോയുടെ പൈസ എനിക്ക് വേണ്ട. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ്. അടഞ്ഞായിരുന്നോ? അടഞ്ഞു. അടഞ്ഞതാണോ ഒടിഞ്ഞതാണോ ഒന്ന് സൗണ്ട് കേട്ടത്? നമുക്ക് ആലുവ മണ്ണപ്പുറം. അതെ, എന്തായി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പക്കാ കണ്ടീഷനായിട്ട് വണ്ടി തിരിച്ചെത്തി. അതിന് പോയത് ഒരാഴ്ച. ഒരാഴ്ചയല്ല, 10-ാം തീയതി പോയിട്ട് 25-ാം തീയതി തിരിച്ചു വന്നേ. 15 ദിവസം. ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. എഴുന്നേറ്റ് പോയിന്നേ. അത് കഴിഞ്ഞ് നേരെ വെച്ച് പിടിച്ചു. കഴിച്ചിട്ട് വരാൻ പാടില്ലായിരുന്നു. ഇനിയും കഴിക്കാൻ സമയമുണ്ടല്ലോ. ഇവിടെയൊക്കെ കുറെ ടാക്സി വണ്ടികളൊക്കെ കിടപ്പുണ്ടല്ലോ അവിടെ ഇവിടെ. ഇവിടെ ഉണ്ട്. ഞാനാ? ഇതെന്തും മനുഷ്യനാണോ? തന്നെ കണ്ട് മനസ്സിലായില്ലേ? ഫോണില് വിളിക്കുമ്പോ മനസ്സിലാവും. നേരിട്ടാടുമ്പോ ആളറിയില്ല ആരാന്നൊക്കെ. എന്നോട് 2 വട്ടം ചോദിച്ചു ആരാന്നൊക്കെ. കഴിഞ്ഞ വർഷം ഒന്നും കണ്ടില്ലല്ലോ, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഓഹോ, അപ്പൊ ഗ്യാപ്പ് ഇട്ട ആളെ വർക്കും. സൗണ്ട് പറഞ്ഞു. എന്റെ ഫുള്ള് തപ്പി ചുറ്റി നടക്കും ആരാ പറയാൻ വേണ്ടി. ഓ, ഇങ്ങനെ തപ്പിത്തറ നടക്കുന്നതൊക്കെ. വൈറ്റ് കെനും കൊണ്ടൊക്കെയാണല്ലോ. ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു. എന്താ പരിപാടി? ആരും വന്നില്ല. രഞ്ജുവിനെ കണ്ടു. രഞ്ജു വന്നു. രഞ്ജുവിനോട് പോയി പലയിട്ട് പാട്ട് പാടാൻ പറ. ബാക്കിയുള്ളവന്മാരൊക്കെ ഇവിടെ. എവിടെ പോയി എല്ലാവരും? നിങ്ങളുടെ ബാച്ച് ആരും ഇല്ല. അപ്പം ഞങ്ങളുടെ ബാച്ച് ആപ്പാടെ വരണം മനോജ് മാത്രമേ ഉള്ളൂ. പിന്നെ മനോജ് വരില്ല, പനിയാ. മനോജ് ഇപ്പൊ മനോജ് അല്ലേ, ബിലാലല്ലേ? അത് വൈകുന്നേരം. വേറെ ആരും വന്നിട്ടില്ലല്ലേ? അയ്യേ, സാമതി മന്നുണ്ട്. ലേറ്റ് ആവുമായിരിക്കും. പുള്ളി ഇവിടുന്ന് ഇപ്പം ഞാനിവിടെ ഉള്ളതേ ഇവിടുത്തെ ഏറുമാടം എന്ന് പറയും. ഏറുമാടം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന മുഴുവൻ സിമെൻറ്റിലാണ്. ഇതിൻ്റെ ഒരു നിർമ്മിതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട് കണ്ടോ? കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി. എൻ്റെ പേര് ജയ്ബിൻ. പേരെന്താ? ഞാൻ കൊച്ചി. ഇതുണ്ട് എന്തോ? അല്ലല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നിർമ്മിതി. ഉണ്ട് ഏറമാടം പോലെ. ചുമ്മാ ഉച്ച സമയത്തൊക്കെ വേണ്ടി വന്നിരിക്കാം. ചെരുപ്പിട്ട് കയറാൻ പാടില്ല. ഞാൻ ചെരുപ്പിനകത്ത് പുറത്ത് പോയിട്ട്. ഇവിടെ ഇരിക്കുമോ കിടക്കുമോ എന്ന് വെച്ചാൽ ഇതൊക്കെ ബ്ലൈൻഡ് ഫ്രണ്ട്ലി പാർക്കാണ്.
ക്രിസ്മസ് ഇട്ട സ്റ്റാറാണോ? അഴിച്ചില്ലേ ബൾബ്. സെബേനെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അവരന്വേഷിക്കുന്നുണ്ട്. അറിയില്ല എന്താവും എങ്ങനെയാവും. കിട്ടിയാൽ മതിയായിരുന്നു. ടോട്ടലിന്ന് അറിയില്ല. പാവം അമ്മയും നിശ്ചയിച്ചും അവിടെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഇതാണ് സ്കൂളിലേക്ക് കയറി വരുമ്പോൾ ഉള്ള ഒരു വ്യൂ. അവിടെ പണ്ട് കുറേ പുല്ലൊക്കെ ഇങ്ങനെ ഇട്ട് മറച്ചേക്കുവാന്. ഇപ്പം അതൊക്കെ മാറ്റി. പിന്നെ ഇതാണ് എൻ്റെ പേര് റാമ്പില്ലേ. ഇവിടെ പ്രെയർ ഹോളാണ്. പണ്ടൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഈ പ്രെയർ ഹോളിലൊക്കെ. ഇതൊരു ഓർമ്മ പുതുക്കലാണ്. ഇപ്പം ഇങ്ങനെ മേശയൊക്കെ ഇട്ടു. പണ്ടിവിടെ ഇങ്ങനെ മേശയൊന്നും ഇല്ലായിരുന്നു. ഓരോരോ ഓർമ്മ. ഒരു ആക്റ്റീവും ഇല്ല അല്ലേ? എനിക്കറിയാം. ഞാനും വീട്ടിലാരും അവൾ പോയതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു അവസ്ഥയായിട്ട് അങ്ങനെ കരുതപ്പെട്ടിട്ടില്ല. ഞാനിവിടെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മൈൻഡൊന്നും ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് നിൽക്കുന്നില്ല. വിട്ടു പോകണം. വീട്ടിലിരുന്നാൽ പ്രാന്ത് വന്നിട്ട് ഇങ്ങോട്ട്. പക്ഷെ ഇവിടെ വന്നിട്ടും വലിയ വ്യത്യാസമുണ്ട്. വീട്ടിലിരുന്ന മൊത്തം അവളുടെ ഓർമ്മയാണല്ലോ. പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കണില്ല. ഇത് 6ാം ക്ലാസ് അല്ല, ഇത് 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ആയിരുന്നു. ഇവിടെയാണ് ഞാൻ പഠിച്ച 7ാം ക്ലാസ്. ഇവിടെ ഇത് 5ാം ക്ലാസ്സായിരുന്നു ഞാൻ പഠിച്ചപ്പോൾ കേട്ടോ. ഇപ്പം എനിക്കറിയില്ല. ഇവിടെ ആയിരുന്നു ബ്രെയിൽ റൂം. ഇത് പൂട്ടിട്ട് ഇതാണ് ബ്രെയിൽ റൂം. ഇത് അന്നത്തെ എക്സ്പെരിമെൻ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്ന റൂമായിരുന്നു. മൂന്നും നാലും ഇവിടുന്ന് നേരെ കാണണം 6ാം ക്ലാസ്. കൂട്ടിയിട്ടേക്കുക. അതായിരുന്നു ഞാൻ ആദ്യം വന്ന 20 ക്ലാസ്. അത് വാൻഷഡായിരുന്നു. പക്ഷേ ഞാൻ വരുമ്പോഴും ഇപ്പോഴത് വർക്കിംഗ് അല്ല. നമ്മൾ ഈ അരുമയായിട്ട് കൊണ്ടു കൊടുക്കുമ്പോഴേ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഭയങ്കര ജീവനായിരുന്നു അമ്മയ്ക്ക്. ഇങ്ങനെ കൂടെ നടന്നേ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് തൊട്ടും എന്നെക്കഴിഞ്ഞും അച്ഛനെക്കഴിഞ്ഞും അമ്മയ്ക്കാണ് അവളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. ഒരു സെക്കൻഡ് കണ്ടില്ലെങ്കിൽ അപ്പം ചോദിച്ചു നടക്കും, സെബ എവിടെ. പാവം. നമ്മുടെ കൂടെ ഭയങ്കര വിഷമം. നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവുന്നേ. എവിടെ പോയാലും എപ്പോൾ പോയാലും. പട്ടികളൊക്കെ തിരിച്ചു വരും കേട്ടോ. പക്ഷെ അവർക്ക് അങ്ങനെ അറിയില്ല. പൂച്ചയ്ക്ക് അങ്ങനെ അറിയത്തില്ല. പട്ടികളൊക്കെയാണ് തിരിച്ചു. ഇവൾക്ക് സൗണ്ട് കേട്ടാൽ ഭയങ്കര പേടിയായിരുന്നു സഭയ്ക്ക്. അന്നാത്തൊരു ഗതികേടായിപ്പോയി. ഒന്നും പറയണ്ട. മനുഷ്യരൊക്കെ ആണെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നു. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അല്ല, എന്തോ GPS ടാഗ് എന്തോ ഉണ്ട്. പക്ഷെ നമുക്കത് അറിയത്തില്ലായിരുന്നു.
അതറിയാതെ അത് മേടിച്ച് വെച്ചാലും മതിയായിരുന്നു. കളറ് നോക്കിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കളർ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ആർക്കും കിട്ടിയിട്ടില്ല. ഇവള് ഈ സൗണ്ട് കേൾക്കുമ്പം പോണ വഴിക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അതാ പറഞ്ഞേ, പോയി ഇവരെ പോയി നോക്കി. ഇന്നിപ്പം തിരിച്ചു പോയി നോക്കി, ഒന്നും കണ്ടില്ല. കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് അമ്മ വിളിച്ചായിരുന്നു. വയനാട്ടിലായതുകൊണ്ട് ഇനി തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് വട്ടാവണ്. എവിടെ വെച്ച മിസ്സായ? മലപ്പുറം. എടുത്തോണ്ടൊക്കെ പോയിണ്ടാവും വഴിയിൽ. അറിയത്തില്ല, നീ വഴി കിടന്ന് കിട്ടിയപ്പോൾ ആരെങ്കിലും എടുത്തോണ്ട് പോയോ? പറയാൻ പറ്റില്ല. പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി റൗണ്ട് ഷേപ്പ് കൊണ്ടൊക്കെ വെച്ചേക്കുന്നേ. ഇതിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടുള്ളതുകൊണ്ട് വെയിലും അടിക്കൂല. വെയിലില്ല, ഇവിടെ വെയിലില്ല. സിമെന്റ് അതുകൊണ്ട് അങ്ങനെ ഇളകി പോകത്തുമില്ല. മഴയൊന്നും കൊണ്ട് നനയില്ലല്ലേ? മഴയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും നനയൊന്നുമില്ല. മുകളിലും മറ്റേ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഇഷ്ടംപോലെ പഴംപൊരി ഉണ്ട്, വേണേ എടുത്ത് കഴിക്കാം. മത്സരിച്ച് കഴിച്ചോ? ഇന്ന് മത്സരിക്കാം. ബാക്കി തന്നെയാണോ? അപ്പൊ കഴിക്കാൻ കുഴപ്പമില്ല. അപ്പൊ കഴിച്ചാൽ കുഴപ്പമില്ലെന്ന്. ചായ ഉണ്ട്, ചായ കുടിച്ചോ? ഇനി വേണോ പഴംപൊരി? അഞ്ഞി അടുത്ത കൊല്ലം കിട്ടുള്ളൂ കേട്ടാ. അടുത്ത കൊല്ലത്തെ അങ്ങനെ പോവാണോ? ഇല്ല, നാളെ പോവുള്ളൂ. തിന്നെ ബാക്കിയാ. നമ്മള് കറക്റ്റ് സമയത്ത് വന്നു. ഇവിടെ ആരും ഇല്ല. ഒന്ന് രണ്ട് ബാക്കിയൊക്കെ നോർമൽ സംഭാരവും. നമ്മളാരൊക്കെയുണ്ടെന്നാ? ജിക്സൺ ചേട്ടനുണ്ട്, സിയാദേട്ടനുണ്ട്, സിജുമോൻ ചേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ നിസാമൊക്കെയുണ്ട്, വിഷ്ണു ചേട്ടനുണ്ട്. എന്താ വിഷ്ണു ചേട്ടൻ ഒഴിവാക്കണമായിരുന്നു? അപ്പോൾ എന്താണ് അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന സാധനമല്ല. ആവശ്യമില്ലാതെ വെറുതെ ഒന്നും പറയുന്നില്ല. ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കണേക്കാ. അത് സ്ഥലത്താണ് വിഷ്ണു ചേട്ടൻ്റെ. പക്ഷെ പറയുമ്പോ പോയിന്റ് പറയുള്ളൂ കേട്ടോ. ചേട്ടാ പ്രിന്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യാനാ വിഷ്ണു ചേട്ടാ? പ്രിന്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യാനാ? മറ്റേ സാധനം പ്രിന്റ് അടിച്ചിട്ടേ സബ്മിറ്റ് ചെയ്യാനാണോ? മറ്റേ സബ്മിറ്റ് ചെയ്യാനാ. മലയാളത്തിൽ തന്നെ മറ്റേ ഫ്രണ്ട് പേജ് മൊത്തം മലയാളത്തിലല്ലേ? അതെ അതെ, ഫോൺ അതെല്ലാം മലയാളത്തിൽ. ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുത്താൽ മതിട്ടാ. ഇപ്പൊ തന്നെ ഇടാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേയ്മെന്റ് കൂടെ അവൻ ചെയ്തോളൂ. എന്റെ പ്രത്യേകിച്ച് അതെ, അവനെന്തോ വൺ സൈഡ് മതി എന്നൊക്കെ പറയണ്ടല്ലോ. ഓംപ്ലേറ്റ് ആണോ? ഓംപ്ലേറ്റ് ആണോ? ഓംപ്ലേറ്റ് അടിക്കണം. നീ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങോട്ട് 500 ഇടുക. ജിക്സൺ ചേട്ടാ, അപ്പൊ ഞാനങ്ങ് നീങ്ങിക്കോട്ടോ. പോകണോ? ഞാൻ ഇനി വരുമ്പോൾ വിളിക്കാം. എറണാകുളത്തിന് വരുമ്പോൾ വിളിക്കാം. ഓക്കെ, ഞാൻ ഫ്രീ ആവട്ടെ, എന്നിട്ട് നമുക്ക് ഓക്കെ സെറ്റ്. എന്നാ പിന്നെ ശരി കേട്ടോ. ബൈ ബൈ. ബൈ ബൈ. വണ്ടി വന്നോ? ഇല്ല, നിങ്ങൾ കയറുമ്പോഴത്തേക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ട് പോകും. ഭക്ഷണത്തിന് സമയമാണിപ്പം. അവിടെ അവരെയൊക്കെ ആക്കി മെസ് ഹോളിൽ. ജയ്ബിൻ അതെ, പാവം. അപ്പം അവിടെ എനിക്കുള്ള ഭക്ഷണം ശ്രീദേവി ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ണിയേട്ടൻ വരാമെന്ന് പറഞ്ഞു, പക്ഷേ അവിടെ ഭയങ്കര ബ്ലോക്കാണെന്ന് കേട്ടെ. അപ്പം യൂബർ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ.
പിന്നെ എത്രയായിരുന്നു? 10.74. ഇത് വെണ്ണലാണ് ഇട്ടേക്കണം. ആ അതെ അതെ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. സെബേനെ പറ്റി ഇന്ന് അമ്മ പോയി അന്വേഷിച്ചിട്ട് വിവരമൊന്നും അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. പരസ്യം കൊടുക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് അറിയുന്ന പോലെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. കിട്ടുന്നെന്നെ വിചാരിക്കുന്നു. കിട്ടണം. നമ്മുടെ ഒരു ഇതല്ലായിരുന്നോ, ഒരു കുടുംബാംഗമായിരുന്നല്ലോ. അപ്പം താങ്ങാൻ പറ്റുന്നില്ല. തിരിച്ച് വീട്ടിൽ കയറിയുമ്പോഴൊക്കെ ഒരു ഭയങ്കര വിങ്ങലാണ്. അമ്മേനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഒരു സാധനം. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതുണ്ടല്ലോ, ഓഡിയോ ബൈബിളാണ്. മറ്റേ ബൈബിൾ സൊസൈറ്റി ഇന്ത്യ കോട്ടയം അവർ തന്നതാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇച്ചിരി ടൈറ്റായിരുന്നു പറഞ്ഞു കേട്ടോ. ഇതാണ് സാധനം. ഇത് ഈ കാണുന്ന പാനൽ സോളാറാണ്. ഞാൻ കാണിച്ചു തരാം. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതൊരു ഇയർഫോണാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇയർഫോണാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാനത് ഓപ്പൺ ആക്കണില്ല. പിന്നെയുള്ളത് ടൈപ്പ് സി കേബിളാണ്. നോക്കാം നമുക്ക്. എന്നിട്ട് ഈ കാണുന്നത് സോളാർ. ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഓണാക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ ആക്കിയവൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലമാരുടെ വഴി അറിയുന്നു. സങ്കീർത്തനങ്ങൾ 2. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതുമെന്ത്? സങ്കീർത്തനങ്ങൾ. യോബ്, എസ്തർ, നെഹമ്യാവ്, യെസ്രായേലും 1 ദിനവൃത്താന്തം. പോസാക്കാനൊക്കെ പറ്റും. അങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ സംഭവം. കൊള്ളാം. ഇപ്പം ഒരു ബൈബിൾ കേൾക്കാനൊരു ഡിവൈസ് ആയല്ലോ. ഇതിൽ പുതിയ നിയമവും പഴയ നിയമവും ഉണ്ട്. ഇത് എങ്ങനെ പുതിയ നിയമം പഴയ നിയമം ആക്കുമെന്നൊക്കെ ഉള്ളത് ഇനി പഠിക്കണം. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. അപ്പം ഇങ്ങനൊരു സംഭവം കിട്ടി. ചേച്ചി ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്, ഇത് ബീഫാണ്. ചപ്പാത്തി. ഇടണം. കുറേ ചപ്പാത്തി ഉണ്ടല്ലോ. ഇതൊക്കെ എടുത്ത് വെക്കാം പിന്നെ കഴിക്കാനായിട്ട്. അപ്പം എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പം ശരി, നമുക്ക് നാളെ രാവിലെ കാണാം. കിടന്നാൽ ഉറക്കം വരുമെന്നൊന്നും അറിയില്ല. എന്നാലും കിടന്നല്ലേ പറ്റൂ. കിടന്ന് നോക്കാം. ഉറക്കമൊന്നുമില്ല. ഇന്നലെ വരെയൊക്കെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പം ശരി, നാളെ കാണാം. ബൈ.